രേണുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് കിച്ചുവിനെ കാണണം എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാം. പറഞ്ഞില്ലെങ്കിലും രേണുവിൻ്റെ മനസ്സിൽ അത് തന്നെയാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് കാണാറും കേൾക്കാറും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴിതാ രേണുവിനെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പ്രേക്ഷകർക്കും അതേ കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നുവെന്ന് കൂട്ടിച്ചേർക്കാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാനും സാധിക്കുന്നുണ്ട്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തയോടൊപ്പം തന്നെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത്. കിച്ചുവിനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുള്ള രേണു എപ്പോഴും കിച്ചുവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും തയ്യാറാവാറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കിച്ചുവിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. രേണുവിന് വയ്യ എന്നറിഞ്ഞിട്ട് കിച്ചു ഒരിക്കലും വരാതിരിക്കില്ല. കിച്ചു വരും, അമ്മയുടെ അരികിലിരിക്കും. അവൻ അമ്മ എന്ന് വിളിച്ചൊരു സ്ത്രീയാണ്. ശരിക്കും പറഞ്ഞാൽ ഓർമ്മയുള്ളപ്പോൾ അമ്മ എന്ന് വിളിച്ച വ്യക്തി ഇന്ന് വരെയും അമ്മ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. മറ്റൊന്നും വിളിക്കാറില്ല. ഋതപ്പനുമായി പുറത്തു പോകുമ്പോൾ ഉൾപ്പെടെ അമ്മയോടൊപ്പം എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കിച്ചു തന്നെയാണ് എന്നുകൂടി പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കിച്ചുവിനെക്കുറിച്ച് ഓരോ വാർത്തകളും സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഓരോ വാർത്തയും ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ രേണുവിനുള്ള ക്യാൻസർ വാർത്ത ഏറ്റവും കൂടുതൽ എല്ലാവരും ദുഃഖിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓരോ തവണയും പ്രേക്ഷകർ ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഓരോ വാർത്തയെക്കുറിച്ച് സംസാരിക്കും പോലെ തന്നെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി ഇത് മാറുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളെക്കുറിച്ചും ഈ ഒരു വാർത്തയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുകയുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണുവിൻ്റെ ഈ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. രേണുവിനെ സഹായിക്കാൻ ഒരുപാട് പേർ മുന്നിട്ടിറങ്ങുന്നുണ്ട്. അപ്പോഴൊക്കെയും എല്ലാവരുടെയും സങ്കടം എല്ലാവരും ചോദിക്കുന്നതും കിച്ചുവിനെ കുറിച്ച് തന്നെയാണ്. കിച്ചു അമ്മയുടെ അരികിലുണ്ടെങ്കിൽ എല്ലാം നോക്കാനൊക്കെ അവിടെ ആളുണ്ടെങ്കിലും കിച്ചു അമ്മയുടെ അരികിലുണ്ടെങ്കിൽ ഒരുപക്ഷെ വേഗം അസുഖം മാറുമായിരിക്കാം. രേണുവിന് അത് പക്ഷേ ഒരു വലിയ ആശ്വാസമായിരിക്കാം. തൻ്റെ സുധിച്ചേട്ടൻ അടുത്തുള്ളതുപോലെ തോന്നുമായിരിക്കാം. അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ കിച്ചുവിനെ കുറിച്ച് ചോദിക്കുന്നത്. കിച്ചു അങ്ങനെ മനസാക്ഷിയില്ലാത്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ എല്ലാവരോടും മോശമായി പെരുമാറുന്നൊരു വ്യക്തിയോ ഒന്നുമല്ല. വളരെ മനോഹരമായിട്ടുള്ള സ്വഭാവം തന്നെയാണ്. അവൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കിച്ചു വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കിച്ചു വന്ന് രേണുവിൻ്റെ അരികിൽ ഇരിക്കുമെന്നും രേണുവിനത് ആശ്വാസമാകുമെന്നും എല്ലാവർക്കും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. പ്രേക്ഷകരെല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് സമ്മതിക്കുകയും അതേപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്ന പോലെ തന്നെയായി തോന്നുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വാർത്തകൾ വളരെയധികം പ്രധാനമായി തന്നെ തോന്നുകയും ചെയ്യുന്നു എന്ന് കൂടി പറയാം. പ്രാധാന്യമാകുന്നതിൻ്റെ കൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് വളരെ കൃത്യമായി അറിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രേണുവിനോടൊപ്പം തന്നെയാണ് അവർ നിൽക്കുന്നത് എന്നുകൂടി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.